TEMUന്റെ ഡെലിവറി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. പോയി നോക്കിയിട്ട് വന്നോ. ശരി. എന്തെറ്റി? ഇതിന് മാത്രം എന്താ ഞാൻ ഓർഡർ ചെയ്ത് കുട്ടിയുടെ. നമുക്ക് തെമുവിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാം. എന്തൊക്കെയാണ് വാങ്ങിയിരിക്കണേന്ന് നോക്കട്ടെ. ഞങ്ങൾ ഇതിന് മുന്നേ 2 വട്ടം തെമു ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല സാധനങ്ങൾ, ഞാൻ അധികം കിച്ചണിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആക്സസറീസും ഒക്കെയാണ് ഓർഡർ ചെയ്തത്. കിട്ടിയതപ്പോൾ ഇതുവരെ നല്ല 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 സാധനങ്ങളാണ്. ഇത് നോക്കാം എന്തൊക്കെയാണ്. സോഫയ്ക്കുള്ള കവറല്ലേ? സോഫയ്ക്കുള്ള കവർ തുറന്ന് നോക്കാം. സോഫയിൽ ഇടാനുള്ള കവറാ. സോഫയിലെ കവറല്ല, അത് തണുക്കാണ്ടിരിക്കാൻ സോഫയിൽ ഇരിക്കുമ്പോൾ. അതെ, നല്ല തണുപ്പായതുകൊണ്ട്. വലിപ്പം ഇത്രയേ ഉള്ളൂ. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്, നന്നായിണ്ട്. എന്നാ വീണ്ടും ഇരുന്നോളൂ. 2 സോഫയിലേക്ക് നമ്മൾ ഓരോന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മള് കിച്ചണില് ഇടാനുള്ള മാറ്റല്ലേ? കുഴപ്പമില്ല അല്ലേ? നല്ല വലിപ്പമുണ്ട്. നല്ലതാണ്, ഫ്ലോറില് സ്ലിപ്പ് ആവില്ല, ആന്റി സ്ലിപ്പ് ഉള്ളതാണ്. ഇത് നമ്മൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? അതാ ഇത് വീതുവിന് ചീപ്പ്. വൈകുന്റെ ചീപ്പുകളുണ്ട്. പിന്നെ ഇതെന്തോ മരത്തിന്റെ ഇതാണ്. ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെന്താന്നുള്ളത്. ഇപ്പൊ തൽക്കാലം ഇത് മാറ്റി വെക്കാം. അടുത്ത ബോക്സ് നോക്കാം. ഓക്കെ, ഇത് കാറിന്റെ വാക്യൂം ക്ലീനർ. കാറിന്റെ വാക്യൂം ക്ലീനറാണ്. സിസേഴ്സ് വേണം. വൈക ചേച്ചിയുടെ ചീപ്പുണ്ട്, വേരുവിന്റെ ചീപ്പുണ്ട്. ഈ കുട്ടികൾ എപ്പോഴും നമ്മുടെ കാറ് മെസ്സാക്കുന്നതുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കാർ വാക്യൂം ക്ലീനർ. കാറിൽ കയറി അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാറ് മൊത്തം മെസ്സാണ്. നമ്മുടെ ഹെയർ ഡ്രയർ പോലെ ഉണ്ട്. കോമ്പാക്റ്റ് ആണ്, പോർട്ടബിൾ ടൈപ്പ് ആണ്. അപ്പം നല്ലതാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ തന്നെ ഉണ്ട് വേറെ. ഇത് പാക്കറ്റ് ഓപ്പൺ ആയിട്ടാണ് കിടക്കണ്ടായിരുന്നത്. HSB കളർഫുൾ ഹ്യൂമിഡിഫയർ. ആദ്യമായിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുന്നത്. ഹ്യൂമിഡിഫയർ ഞാൻ വിചാരിച്ച സൈസ് ഇല്ല. ഹ്യൂമിഡിഫയർ കുഞ്ഞു ഹ്യൂമിഡിഫയർ ആണ്. ഇത് നമ്മൾ എവിടെ, ഇത് ആക്ച്വലി പോർട്ടബിൾ ആണ്, കാറിലൊക്കെ വെക്കാം. ഇത് അരോമ ഡിഫ്യൂസർ. നല്ലതാണ്, നമുക്ക് കാറിലും വെക്കാം വീട്ടിലും വെക്കാം. വീട്ടിൽ നമുക്ക് ഇനി സെൻറ്റഡ് സ്പ്രേസ് ഒക്കെ ഇങ്ങനെ അടിക്കുന്നതിന് പകരം ഇത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഈ ബട്ടൺ എക്സ്പെക്ട് ചെയ്ത പോലത്തെ അല്ല. ഇത് എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് കിട്ടിയിട്ട് നോക്കാം. ഇനി അടുത്തത് ഒരു പാക്കറ്റ് കൂടി ഉണ്ടല്ലോ, നമ്മുടെ ലാസ്റ്റ് പാക്കറ്റ്. ഷോപ്പിൽ ഇരുന്ന കവറ്. ഓക്കെ, ഇത് ഞാൻ
സിങ്കിൽ പാത്രമൊക്കെ കഴുകി വെച്ചില്ലേ, കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതിങ്ങനെ നമുക്ക് സിങ്കിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. ഇങ്ങനെ സിങ്കിന്റെ മുകളിൽ വെക്കാം. അപ്പൊ നമുക്ക് പാത്രങ്ങൾ കഴുകിയിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. വെള്ളം അതിലേക്ക് തന്നെ ഡ്രിപ്പ് ചെയ്ത് വീഴും. ഇപ്പൊ നമ്മളിവിടെ സാധാരണ പാത്രം കഴുകാൻ വേണ്ടി ഡിഷ് വാഷറാണ് വെക്കണത്, ഡിഷ് വാഷറാണ് യൂസ് ചെയ്യണത്. അതിലാണ് നമ്മൾ രാവിലെ മുതലുള്ള പാത്രങ്ങൾ, പ്ലേറ്റ്സ് അതൊക്കെ കഴുകാൻ വെക്കുക. പക്ഷെ ഇപ്പൊ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ചെറിയ പാത്രങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കഴുകി വെക്കാനുള്ളത്, പൊട്ടുന്ന ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കഴുകിയിട്ട് ഇതിന്റെ മുകളിൽ തന്നെ വെച്ചാൽ മതി. കട്ടിംഗ് ബോർഡ് ഇതിന്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. നല്ല വില ഉണ്ട് ഇതിന്. ഇതിന് കുറേയൊക്കെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. ഇത് ഞാൻ കുട്ടികൾക്ക് നല്ല നല്ല ഡ്രസ് കളക്ഷൻസ് ഉണ്ട്, വലിയ വിലയും ഇല്ല. ആ കുട്ടികൾക്ക്. ഇത് ഞാൻ വൈഗൂന് ഓർഡർ ചെയ്തതാ. ഇത് ടോപ്പ്, ഇത് പാൻറ്. ഭംഗിയുണ്ട് അല്ലേ? അവൾക്ക് ഇങ്ങനത്തെ കുറച്ച് പാൻസ് ഇഷ്ടമാണ്. വീതു നോക്കാനുണ്ടല്ലോ. അതാ വീതുവിന് ഒരു ഉടുപ്പ് കണ്ട, വീതുവിന് ഒരു സിമ്പിൾ ഉടുപ്പ്, നല്ല സ്ട്രോബെറി ഉടുപ്പ്. ഇത് എനിക്കൊരു ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. കുട്ടികൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ എന്തായാലും ഓർഡർ ചെയ്യണമല്ലോ അല്ലേ? യെസ്. കണ്ടപ്പോ ഇഷ്ടം തോന്നി. അപ്പൊ ഞാൻ അത് പിന്നെ പുതിയ കാര്യമല്ലല്ലോ. അതെ. ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ വലിയ വിലയും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ്. കണ്ടിട്ട് കൊള്ളാം, ഭംഗിയുണ്ട്. ഫ്രണ്ടിലേക്ക് ഷോർട്ട് ആയിട്ടും ബാക്കിലേക്ക് ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഷർട്ട്. ലെതർ പാൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ എങ്ങനെയാണ് ചെരുപ്പ്. എനിക്ക് ഇങ്ങനത്തെ ഫ്ലാറ്റ് ഹീൽസ് ഇഷ്ടമാണ്. ഈ ചെരുപ്പുകളൊക്കെ വെറും $3 $4 കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഒക്കെ അല്ലേ വരുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടം ഞാൻ വൈഗൂന് ഒരു ബോ ഓർഡർ ചെയ്തത് വൈഗൂന് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. അത് വെക്കാനും സാധാരണ ബോ വെച്ച് അവിടെ വേദന ഉണ്ടാവും അവൾക്ക്. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് വെക്കാനും നല്ല കംഫർട്ടബിൾ ആണ്. എപ്പോഴും വെച്ച് നടക്കണതും കാണും. ഇതിങ്ങനെ ഒരു ടേപ്പാണ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ടേപ്പാണ്. ഇത് നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ഡെക്കറേഷൻ പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എവിടെയെങ്കിലും ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി ഞാൻ വാങ്ങിയതാണിത്. ഇത് ഞാൻ ടെമ്പിൾ സയൻസിൻ്റെ സ്റ്റെൻസിൽസ് ഓർഡർ ചെയ്തതാണ്. ടെമ്പിൾ ഡിസൈൻസിൻ്റെ കണ്ടോ സ്റ്റെൻസിൽസ് ആണ്. ഇത് കണ്ടോ, ഗണപതി ഇതൊക്കെ ആയിട്ട്. ഇത് എന്തിനാ ഞാൻ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ നമ്മുടെ സ്വാമി ഫോട്ടോന്റെ സ്റ്റാൻഡ്, അത് ഇപ്പൊ അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തു അതിനെ കുറച്ചൊന്ന് ഭംഗിയാക്കാം, കുറച്ചൊന്ന് സ്റ്റാൻഡോ. നമ്മുടെ ക്യാബിനറ്റ് ഉണ്ടല്ലോ, ആ ക്യാബിനറ്റിൽ നമുക്ക് ഈ സ്റ്റെൻസിൽസ് യൂസ് ചെയ്ത് നമുക്ക് അതിനെ ഭംഗിയാക്കാം. ഇപ്പൊ നമ്മള് ഇത് സ്റ്റെൻസിലാണല്ലോ, നമ്മളിങ്ങനെ വെക്കും, എന്നിട്ട് കളർ നമ്മളിങ്ങനെ ചെയ്യും. അപ്പൊ അത് നമ്മുടെ ആ സ്റ്റെൻസിൽസ് ആയിട്ട്. ഇങ്ങനത്തെ ഞാൻ കുറെ ആയി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വില ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് 4 എണ്ണം കൂടിയിട്ട് എനിക്ക് $1 തെമുവിന് കിട്ടി. ഇത് ഞാൻ വൈഗൂന് കുറച്ച് പേളിൻ്റെ ക്ലിപ്സ് വാങ്ങിയതാണ്. പിന്നെ ഞാൻ കുറച്ച് ഇവരുടെ പാക്കിങ് നല്ലതാണ്. കുറച്ച് കമ്മലുകൾ ഇങ്ങനത്തെ ഓർഡർ ഇങ്ങനത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ. കമ്മൽ എനിക്ക് ഭയങ്കര ക്രേസുള്ള ഒരു കാര്യമാണ്. തലയിൽ വെക്കുന്ന പൂവിൻ്റെ ഒരു പിന്നാണ്. നമുക്ക് ബണ്ണാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തലയിൽ വെക്കാം. പിന്നെ ഇതൊരു കുഞ്ഞ് ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ തെമു ഹോള് വീഡിയോ. ഇതുണ്ടല്ലോ ഒരു സാധനം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ നോക്കി വാങ്ങിയതാണ്. ഈ പഴയ റിട്രോ സ്റ്റൈൽസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ ഞാൻ
വാങ്ങിയതാണ് ഈ ബോക്സ്. ഇതാണ് നമ്മുടെ ടിഷ്യൂ ബോക്സ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ക്യൂട്ടാണ്. റേഡിയോ ഒക്കെ പോലെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ തെമു ഹോൾ വീഡിയോ. ഇനി ഇതിൻ്റെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.